ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗോഡ് ബ്ലെസ് യു ഓൾ, ലവ് യു. അപ്പം ഞാൻ ഇന്ന് പുതിയൊരു വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് കേട്ടോ. ഈവനിങ്ങിലെ എൻ്റെ പരിപാടികൾ എന്തൊക്കെയാണെന്ന് കാണിക്കാൻ. ഈവനിങ്ങിലെ കായംകുളത്തുള്ള എൻ്റെ പരിപാടികൾ. അപ്പം വൈകുന്നേരം ഞാൻ ചായയൊക്കെ ഇട്ടു. ഞങ്ങൾക്ക് രണ്ടാൾക്കും ചായ ഇട്ടു. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, ഞാനും എൻ്റെ ബ്രദർ. അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ചായ ഇട്ടു. ചായ മീൻസ് ഞങ്ങൾ രണ്ടാളും ചായയും കോഫിയും കുടിക്കില്ല. പാലിനകത്ത് ഹോർലിക്സോ ബൂസ്റ്റോ എന്തെങ്കിലും മിക്സ് ചെയ്താണ് കഴിക്കുന്നത്. ഇപ്പം ഇന്ന് ഞാൻ ബൂസ്റ്റാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ ചായയൊക്കെ കുടിച്ച് കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചെങ്കിൽ റൂമെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാം, വീട് മൊത്തത്തിൽ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. കാരണം ആരും ഇല്ലാത്തതുകൊണ്ട് വൃത്തിയാക്കലൊക്കെ അവനല്ലേ വൃത്തിയാക്കുന്നത്, എൻ്റെ ബ്രദറാണ് വൃത്തിയാക്കുന്നത്. അത് എത്രത്തോളം നല്ലതാകാൻ, എന്നാലും അവനെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ അവൻ ക്ലീൻ ചെയ്തിടുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു റൂമെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് തുടച്ചൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ റൂമെല്ലാം തൂക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം തൂത്ത് കഴിഞ്ഞിട്ട് വേണം ഇതെല്ലാം ഒന്ന് തുടയ്ക്കണം. അപ്പം എന്താ പറയുന്നത്, കർട്ടൻസ് എല്ലാം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്ന കർട്ടൻസ് എല്ലാം എടുത്ത് കഴുകിയായിരുന്നു. അതുകൊണ്ട് അതെല്ലാം ക്ലീനായിട്ട് കിടക്കും. റൂം പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, എന്നും തൂത്ത് തുടച്ചില്ലെങ്കിൽ റൂമിൻ്റെ കാര്യമൊന്നും വീടിൻ്റെ കാര്യമൊന്നും പറയണ്ട. ഒന്നാമത് ഞങ്ങളുടെ വീടിൻ്റെ മുന്നിൽ കൂടെ റോഡാണ്. സ്കൂൾ ബസ്സുകളും ഞങ്ങളുടെ വീടിനടുത്ത് തന്നെ 2 സ്കൂളുണ്ട്. ഒരു ഗവൺമെൻറ് സ്കൂളും ഒരു പ്രൈവറ്റ് സ്കൂളും, ബിഷപ്പ് മോർ സ്കൂളും, ഒരു ഗവൺമെൻറ് സ്കൂള്. 2 സ്കൂളല്ല, 3 സ്കൂൾ, ഒരു ടെക്നിക്കൽ സ്കൂൾ. ഈ 3 സ്കൂളുകളും ഞങ്ങളുടെ വീടിനടുത്താണ്. അപ്പം വണ്ടിയൊക്കെ വന്നും പോയും നമ്മളിപ്പം തുടച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നോക്കിയാൽ വീട് മൊത്തം പൊടിയായിട്ടിരിക്കും. അത്ര ഡസ്റ്റാണ്. ഓക്കെ, അപ്പം എത്ര തുടച്ചാലും ക്ലീൻ ആകത്തില്ല. ഇപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റ് വീട് സിറ്റ് ഔട്ടും കാർ പോർച്ചും ഒക്കെ തുടച്ച് വൃത്തിയാക്കി ഇട്ടേച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നോക്കാമെങ്കിൽ മൊത്തം ഡസ്റ്റായിരിക്കും. കാരണം എന്ത് ചെയ്യാൻ, ഒരുപാട് വണ്ടിയാണ് വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുന്നത്. അത് കാരണം ഇത്രയും. പണ്ടൊക്കെ ഞങ്ങളുടെ മമ്മിയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പിന്നെ ഇവിടെ അങ്ങ് വീടുകളൊന്നുമില്ലായിരുന്നു. ആകെ മമ്മിയുടെ ഒരു വീടുണ്ടായിരുന്നു, പിന്നെ വേറെ 1-2 വീടുകളുണ്ടായിരുന്നു. അതും ഒരു വീട് ഇവിടെയാണെങ്കിൽ അങ്ങ് ദൂരെ മാറിയ വേറൊരു വീട്. വഴിയൊന്നുമില്ലായിരുന്നു. ഇപ്പം ഞങ്ങൾ നാട്ടിൽ സെറ്റിലായി വീട് വെച്ചതിന് ശേഷമാണ് ഈ വഴിയൊക്കെ വന്നത്. ഞങ്ങളുടെ പറമ്പ് വഴിക്കൊക്കെ കൊടുത്തു. കാരണം ഞങ്ങൾക്കൊക്കെ വണ്ടി അത്യാവശ്യം വേണ്ടതാണ്. അപ്പോൾ അങ്ങനെ എല്ലാവരുടെയും വസ്തുവൊക്കെ കൊടുത്താണ് നമുക്ക് റോഡായത്. ഇപ്പം വീടിന് മുൻവശത്തൂടെയും റോഡ്, വടക്ക് വശത്തൂടെയും റോഡ്, ചുറ്റും റോഡാണ് ഇപ്പം കേട്ടോ. അപ്പം ഫുൾ റോഡാണ്. നിങ്ങൾക്ക് ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിരുന്നു. ഞാൻ വീടിൻ്റെ പുറകുവശം ഇതുവരെ പോയിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് വീടിൻ്റെ പുറകുവശത്തൂടെ നടക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു. അപ്പം എന്താ പറഞ്ഞു വന്നത് മറന്നുപോയി കേട്ടോ, സോറി കൂട്ടുകാരെ. അപ്പം ഞാനിവിടെ എല്ലാം തൂത്ത് വൃത്തിയാക്കുകയാണ്. നമ്മുടെ സിറ്റ് ഔട്ടും ഒക്കെ കണ്ടോ, തൂത്തിട്ട് കാര്യമില്ല, തൂത്തിട്ടാൽ ഇച്ചിരി കഴിയുമ്പോൾ ഇത് തുടങ്ങും. പക്ഷേ നമുക്ക് ഡസ്റ്റ് കാണുമ്പോൾ എനിക്കിഷ്ടമല്ല. എനിക്ക് ഭയങ്കര ക്ലീനാണ് എനിക്ക് എപ്പോഴും എല്ലാവരും നല്ല വൃത്തിയായിട്ടും അടുക്കും ചിട്ടയോടെയൊക്കെ ഇരിക്കണം, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ദേഷ്യമാണ്. അപ്പോൾ സിറ്റ് ഔട്ടെല്ലാം തൂത്ത് നമ്മുടെ മുൻവശമൊക്കെ തൂക്കുവാണ്. ഗേറ്റിന് പുറത്തുള്ള മീൻസ് റോഡിലോട്ടല്ല, നമ്മുടെ ഓടിട്ടേക്കുന്ന ആ ഭാഗം അത്രയും ഒന്ന് തൂത്ത് വൃത്തിയാക്കുകയാണ്. അപ്പം അവിടെ എല്ലാം തൂത്ത്. നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ പറമ്പ് നിറച്ച് മരങ്ങളും എൻ്റെ മമ്മിയും ഡാഡിയൊക്കെ നട്ടു വളർത്തിയ മരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. മാവ്, പ്ലാവ്, പുളി, അങ്ങനെ കുറേ മരങ്ങൾ. ഞങ്ങൾക്ക് തെക്ക് വശത്ത്, വീടിൻ്റെ തെക്ക് വശത്തേ ഉള്ളൂ സ്ഥലം. മുൻവശത്തും പുറകുവശത്തും ഒന്നും സ്ഥലമില്ല. അപ്പം തെക്ക് വശത്തെ സ്ഥലം. ആ തെക്ക് വശത്ത് വരിയായിട്ട് മാവും പ്ലാവും പുളി, തെങ്ങ്, ബദാം മരം, പിന്നെ ഒരു മരവും കൂടെ ഉണ്ടായിരുന്നു, റംബൂട്ടാൻ. ഇത്രയും മരങ്ങൾ അവിടെ വെച്ചിരുന്നു. അപ്പോൾ എപ്പം നോക്കിയാലും നമ്മുടെ സിറ്റ് ഔട്ടിലല്ല, നമ്മുടെ മുൻവശത്തെല്ലാം അങ്ങ് നിറച്ച് കരിയിലയായിരുന്നു. എൻ്റെ ബ്രദറാണെങ്കിൽ ഇതെല്ലാം എന്തോ ഇതെന്നറിയാം, മമ്മി മരിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് ഇവൻ ഇതെല്ലാം അങ്ങ് വെട്ടിക്കളഞ്ഞു. വീട് അവന് നോക്കാൻ വയ്യാന്ന് പറഞ്ഞു. കാരണം മറ്റേത് മമ്മിയുള്ളപ്പോൾ മമ്മി തൂത്ത് ക്ലീൻ ചെയ്തിടും, അല്ലെങ്കിൽ ഞങ്ങളൊക്കെ വരുമ്പോൾ ഞങ്ങൾ തൂത്ത് ക്ലീൻ ചെയ്തിടും, അങ്ങനെയൊക്കെയായിരുന്നു. ഇതിപ്പോൾ ഇവൻ ഒറ്റയ്ക്കായപ്പോഴത്തേന് ഇവനെല്ലാം കൂടെ നോക്കാൻ പറ്റുന്നില്ല. ഒന്നാമത് ഇവന് മെൻ്റലി കുറച്ച് വിഷമമായി. മമ്മി ഓർക്കാപ്പുറത്തല്ലേ എൻ്റെ മമ്മി പോയത്, കാരണം അവൻ അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ഇവൻ എന്ത് ചെയ്തു, ആ മരങ്ങളെല്ലാം അങ്ങ് വെട്ടിച്ച് കളയിച്ചു. അത് കാരണം നമ്മുടെ കണ്ടോ, ഞാൻ പൊടിയെ തൂത്ത് കളയുന്നത്, അല്ലാതെ ഒരു കരിയില പോലും നമ്മുടെ മുറ്റത്തിപ്പോൾ ഇല്ല. മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാം നിറച്ചങ്ങ് കരിയില വീണ് കിടക്കും. എപ്പോഴും അവനുണ്ടെങ്കിൽ അവനെപ്പോഴും പെറുക്കി കളയുമായിരുന്നു. മമ്മി ഉണ്ടെങ്കിൽ മമ്മി പിന്നെ എപ്പോഴും തൂത്ത് ക്ലീൻ ചെയ്തിട്ടേക്കും. അപ്പോൾ ഈ മരങ്ങളെല്ലാം അങ്ങ് വെട്ടിക്കളഞ്ഞപ്പോഴത്തേനെ ഇലകളൊന്നുമില്ല. ഇനിയിപ്പം ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞങ്ങളുടെ അവിടെ നിന്ന് വെച്ചാൽ ഒരു മരം, ഒരു മാവ് മരം നിൽപ്പുണ്ട്, പിന്നെ ഒരു പന്നീർ ചാമ്പയുടെ മരമുണ്ട്,
പിന്നെ വേറൊരു മാമരവും കൂടെ ഉണ്ട്. കണ്ടോ നിങ്ങൾ നോക്കി, ഈ നീളത്തിലെ പിന്നെ മരങ്ങളായിരുന്നു, അത് മൊത്തം വെട്ടിക്കളഞ്ഞു. എന്നിട്ട് ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞിരുന്നു, എൻ്റെ മമ്മി മരിച്ച സമയത്ത് ഈ ചെടിച്ചട്ടി എല്ലാം കൂടെ വീടിൻ്റെ പുറകുവശത്ത് വാരിയിട്ടിരുന്നു. അപ്പം ഞാൻ 2-3 പ്രാവശ്യമായിട്ട് വരുമ്പോഴൊക്കെയാണ് ഞാൻ ഈ ചെടിച്ചട്ടികളൊക്കെ സെറ്റ് ചെയ്ത് ഫ്രണ്ടിലെല്ലാം വെച്ചത്. ഇപ്പം കുറച്ച് ചെടിച്ചട്ടിയും കൊണ്ട് ഉണ്ടായിരുന്നു, അതിപ്പം ഞാൻ ഇവിടോട്ടും കൂടെ സെറ്റ് ചെയ്ത് തൂക്കാൻ വന്നതാണെങ്കിൽ ഇവിടെയും കൂടെ സെറ്റ് ചെയ്യുകയാണ്. അപ്പം ചെടിച്ചട്ടി എന്നെക്കൊണ്ടാവുന്ന വിധത്തിലൊക്കെ ഞാൻ മാക്സിമം എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പം ചെടിച്ചട്ടിയെല്ലാം ഇവിടെ സെറ്റ് ചെയ്ത്, നേരത്തെ ഫ്രണ്ടിൽ ചെയ്തത് ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഇട്ടിരുന്നു, നിങ്ങൾ കണ്ടു കാണും. നേരത്തെ ഫ്രണ്ടിലെല്ലാം സെറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഇട്ടിരുന്നു. ഇതിപ്പോൾ നമ്മുടെ തെക്കുവശത്തുള്ള സ്ഥലം, ഇവിടെ ഉള്ള സ്ഥലം, അവിടെ ഇപ്പോൾ അവിടോട്ട് വെക്കുവാണ്, ചെടികളെല്ലാം കൂടെ അടുക്കി വെക്കുവാണ്. ഇനിയും പുറകുവശത്തൊരു 5-6 ചെടിച്ചട്ടിയും കൂടെ ഉണ്ട്. അതെന്ന് വെച്ചാൽ സിമെൻറ്റ് ചട്ടി, അതെനിക്കിപ്പം എന്നെ കൊണ്ട് എടുക്കാനൊക്കെ പാടാം. നിങ്ങൾക്കറിയാം, ഒരു പ്രാവശ്യം ചെടിച്ചട്ടി പൊക്കി എനിക്ക് നടുവുളുക്കി ഹോസ്പിറ്റലിലൊക്കെ ആയത് ഓർമ്മയുണ്ടോ? അത് കാരണം എനിക്ക് പേടി, ഇനി ചെടിച്ചട്ടി പൊക്കാൻ അത്രയും ധൈര്യം പോരാ, കാരണം അത്രയ്ക്ക് ഞാനന്ന് വേദന അനുഭവിച്ചായിരുന്നു. അതുകൊണ്ട് ചെടിച്ചട്ടി പൊക്കുന്ന പരിപാടിയില്ല. കൊച്ചു ചട്ടികളൊക്കെ, ഇതൊക്കെ കൊച്ചു ചട്ടികൾ, അതൊക്കെ പൊക്കും. ഇതുപോലത്തെ വലിയ ചട്ടി, ഈ ഒരു ചട്ടി പൊക്കിയപ്പോഴായിരുന്നു അന്ന് നടു വെട്ടിപ്പിടിച്ച് വന്നത്. അതുകൊണ്ട് എനിക്കിപ്പോൾ ആ ചെടിച്ചട്ടി കാണുന്നതും കൂടെ പേടിയാണ്. അപ്പോൾ ഈ 2 മരങ്ങൾ നിൽക്കുന്നതുകൊണ്ട് അവിടെ ഇച്ചിരിച്ചേ കരിയിലുണ്ട്. എന്നാലും എൻ്റെ ബ്രദർ ദിവസവും അവിടെയൊക്കെ നടന്ന് കരിയില വീഴുന്ന പെറുക്കി മാറ്റും. പെറുക്കി മാറ്റുമെന്ന് വെച്ചാൽ അവന് തീ കത്തിക്കുന്ന ഭയങ്കര ഒരു ഹരമാണ്. എന്നും സന്ധ്യയാകുമ്പോൾ തീ കത്തിക്കും. അപ്പം അതിന് വേണ്ടിയിട്ട് ഈ കരിയിലെല്ലാം പെറുക്കിക്കൊണ്ട്, അതായത് നോക്കിയിട്ട് നിങ്ങളധികം കരിയിലാണ്. എന്നാലും ഞാൻ അവിടെ എല്ലാം ഒന്ന് തൂത്ത് വൃത്തിയാക്കി, മൊത്തത്തിൽ ഒന്ന് തൂത്ത് വൃത്തിയാക്കി കരിയില കൂട്ടി അവന് കൊടുക്കുന്നുണ്ട്. അപ്പം എന്നും നമ്മൾ സന്ധ്യയ്ക്ക് മെഴുകുതിരി കത്തിക്കും. 6:30 ആകുമ്പോൾ മെഴുകുതിരി കത്തിക്കും. അപ്പോൾ 6:30ക്ക് മുന്നേ അവൻ ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ട് പോയി പ്രെയർ ചൊല്ലും. പ്രെയറെല്ലാം കഴിഞ്ഞിട്ട് ഇവന് സന്ധ്യാപ്രാർത്ഥന കഴിയുന്നുണ്ടെങ്കിൽ ഇവൻ വന്നിത് തീയിട്ടേച്ച് പിന്നെ വന്നാണ് അവൻ കൊന്ത പഠിക്കുന്നത്. ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ എല്ലാം തൂത്തുവാരി കൊടുക്കുകയാണ്. സന്ധ്യ ആയില്ലല്ലോ, എനിക്ക് തോന്നുന്നു 5:30 ആയിട്ടേ ഉള്ളൂ. അപ്പോഴത്തേനെ ഇത് കണ്ടോ, പൊടി കണ്ടോ, ഇത് പുകയല്ല കേട്ടോ, പൊടിയാണ്. തൂക്കുമ്പോൾ മണ്ണിൻ്റെ, ഞങ്ങളുടെ എന്ന് വെച്ചാൽ പൂഴി മണ്ണാണ്, ഭയങ്കര പൊടിയാണ്. എന്നാലും ഞാൻ ആ കരിയിലെല്ലാം കൂടെ അവിടെ കൂട്ടി വെച്ചിട്ടുണ്ട്, അവന് കത്തിക്കാമല്ലോ. അപ്പം കത്തിക്കാൻ വേണ്ടിയിട്ട് അവൻ പോവുക കേട്ടോ, കത്തിക്കാൻ വേണ്ടിയിട്ട് എല്ലാം എടുത്ത് വെച്ച്. കണ്ടോ, ഇനി ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്, എന്നാൽ ഇനിയിപ്പം മെഴുകുതിരി കത്തിക്കട്ടെ. അപ്പം ഞാൻ വന്ന് മെഴുകുതിരി കത്തിച്ച് ഇനിയിപ്പോൾ ഇതിൻ്റെയൊക്കെ ലൈറ്റൊക്കെ എവിടെ, ജീസസിൻ്റെ മുമ്പിലൊക്കെ ലൈറ്റുണ്ട്, പക്ഷേ അത് എവിടേക്കാണ് കുത്തുന്നതെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ബ്രദറിനെ അതൊക്കെ അറിയത്തുള്ളൂ. അവനെ ഒന്ന് വിളിക്കട്ടെ, അവൻ വന്നാലേ ഇതൊക്കെ ശരിയാവത്തുള്ളൂ. അവൻ വരുന്നുണ്ട്. അപ്പോൾ അവൻ വന്ന് ഇതെല്ലാം കുത്തി റെഡിയാക്കും. അപ്പോൾ അവിടെ എല്ലാം ലൈറ്റ് കത്തിക്കണം, എന്നിട്ടാണ് സന്ധ്യാപ്രാർത്ഥന ചൊല്ലുന്നത്. അപ്പം മെഴുകുതിരി ഞാൻ ഓൾറെഡി കത്തിച്ചു. കണ്ടോ, മെഴുകുതിരി കത്തിച്ചു വെച്ച് കഴിഞ്ഞാൽ ലൈറ്റൊക്കെ കത്തുന്നുണ്ട്. അപ്പോൾ ഇനി സന്ധ്യാപ്രാർത്ഥനയുണ്ട്. സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞിട്ടാണ് ഇവനെ എന്നും തീ കത്തിക്കാൻ പോകും. പക്ഷേ ഇനിയിപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. മഴ ചാറുന്നതുകൊണ്ട് മിക്കവാറും ഇപ്പം തീ കത്തിക്കാൻ പറ്റില്ല. കുഞ്ഞതായിട്ട് മഴ ചാറുന്നുണ്ട്. അപ്പം ഞാൻ അവനോട് പറഞ്ഞു, എന്നാൽ നമുക്ക് സന്ധ്യാപ്രാർത്ഥന കഴിയുമ്പോൾ തന്നെ കൊന്തയും കൂടെ അങ്ങ് പഠിക്കാമെന്ന് പറഞ്ഞു. അപ്പം 2 പേർക്കും കൂടി ഇന്ന് കൊന്തയും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ പോയി തീ കത്തിക്കാമല്ലോ. അപ്പോഴത്തേനെ മഴ മാറുവാണെങ്കിൽ തീ കത്തിക്കാം. അങ്ങനെ ഞങ്ങൾ മെഴുകുതിരി വെച്ച് സന്ധ്യാപ്രാർത്ഥന നടത്തി. സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം കൊന്തയും കൂടെ പഠിക്കാൻ തുടങ്ങി. അപ്പം കൊന്തയും കൂടെ പഠിച്ച് കഴിയുമ്പോഴത്തേനെ നമ്മുടെ മഴ നിൽക്കുവാണെങ്കിൽ പോയി തീ കത്തിക്കാമല്ലോ. അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെയാണോ ഞങ്ങൾ കാത്തലിക്സാണ്. ഞങ്ങളെന്നും സന്ധ്യയ്ക്ക് മെഴുകുതിരി കത്തിച്ച്, ഞങ്ങളെന്നല്ല എല്ലാവരും, ഈവൻ ക്രിസ്ത്യൻസ് ആയാലും ഹിന്ദുസ് ആയാലും എല്ലാവരും സന്ധ്യയ്ക്ക് വിളക്കൊക്കെ കത്തിച്ച്, നമ്മൾ ക്രിസ്ത്യൻസ് ആകുമ്പോൾ മെഴുകുതിരി കത്തിക്കും, ഹിന്ദുക്കളാകുമ്പോൾ വിളക്ക് കത്തിക്കും. എനിക്ക് ഓർമ്മയുണ്ട്, പണ്ട് ഞങ്ങൾ അവധിക്കൊക്കെ വരുമ്പോൾ ഞങ്ങളുടെ ചുറ്റുപാടും ഹിന്ദുസായിരുന്നു. അവരൊക്കെ സന്ധ്യ ആകുമ്പോഴത്തേന് സന്ധ്യാനാമം ജപിക്കുന്നതൊക്കെ, അതൊക്കെ ഒരു ഐശ്വര്യമുള്ള സമയമായിരുന്നു. ഇപ്പോൾ എങ്ങും ഞാൻ കേൾക്കത്തില്ല സന്ധ്യാനാമം ജപിക്കുന്നതോ പ്രാർത്ഥിക്കുന്നതോ എങ്ങും കേൾക്കുന്നില്ല. മറ്റേത് എൻ്റെ മമ്മി ഉള്ളപ്പോൾ സന്ധ്യ സമയമാകുമ്പോൾ പാട്ടുപാടി പ്രാർത്ഥിക്കും. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഉള്ളപ്പോൾ ഞങ്ങൾ പാട്ടുപാടി പ്രാർത്ഥിക്കും. പക്ഷേ പണ്ടെന്ന് വെച്ചാൽ അങ്ങനെയല്ല. സന്ധ്യയാകുമ്പോൾ എല്ലാ വീടുകളിലും പ്രാർത്ഥനയുടെ സൗണ്ട് കേൾക്കാൻ പറ്റി. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, എൻ്റെ മമ്മിയുടെ വീട്ടിലായാലും സന്ധ്യയാകുമ്പോൾ മെഴുകുതിരി കത്തിച്ച് എല്ലാവരും കൂടി ഇരുന്ന് പാട്ടും പാടി പ്രാർത്ഥിച്ച് നല്ല സൗണ്ടിലാണ് പാട്ടുപാടിയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. അതുപോലെ ഞങ്ങളുടെ ചുറ്റുമുള്ള ഹിന്ദുസ് ആണെങ്കിലും അവരും സന്ധ്യയ്ക്ക് വിളക്ക് കത്തിച്ച് നാമം ജപിക്കുന്നതൊക്കെ എന്തുറക്കെയായിരുന്നു നാമമൊക്കെ ജപിക്കുന്നത്. സന്ധ്യയാകുമ്പോഴത്തന്നെ പ്രാർത്ഥനകളുടെ ഒരു പ്രാർത്ഥനാ സ്വരമാണ് നമ്മുടെ നാട് മൊത്തം. പക്ഷേ ഇപ്പം എങ്ങും പ്രാർത്ഥനയുമില്ല, ഒന്നുമില്ല, എങ്ങും പ്രാർത്ഥന കേൾക്കാറുമില്ല. ഇവരൊക്കെ വിളക്ക് കത്തിക്കുന്നുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. പിന്നെ എല്ലാവരും മതിൽക്കെട്ടിനകത്തായി വീട്ടിനകത്തായി, പിന്നെ എല്ലാവരും ജോലി തിരക്ക്, രാത്രി 8:30 9:30 കയറി വരും, പിന്നെ വന്ന് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുമായിരിക്കും. മറ്റേന്ന് വെച്ചാൽ സന്ധ്യയ്ക്കുള്ള പ്രാർത്ഥന എന്ന് വെച്ചാൽ അത് വേറെ. അപ്പം ഞങ്ങൾ
ഞങ്ങളുടെ കൊന്തപടി കഴിഞ്ഞു. ഇപ്പം മഴ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പുകയുന്നതേ ഉള്ളൂ. തീ കത്തിച്ചിട്ട് തീ പിടിക്കുന്നില്ലായിരുന്നു. എങ്കിലും തീ കത്തി വരുന്നു. അവൻ എന്നാലേ ഉറങ്ങത്തുള്ളൂ. ഈ തീ കത്തിയൊക്കെ ഒന്ന് പുകയൊക്കെ വന്നു കഴിഞ്ഞാലേ അവന് ഉറക്കം വരത്തുള്ളൂ. ഇവിടെ ഭയങ്കര കൊതുകാണ്. ഞങ്ങളുടെ വടക്ക് വശത്ത് കനാലുണ്ട്. അത് കാരണം ഭയങ്കര കൊതുകാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ആരും സ്കിപ്പ് ചെയ്യാതെ ഫുൾ കാണണേ. എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പം താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ. ലവ് യു.